നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനിയുടെ പിൻഗാമി എന്ന് ഏറെക്കുറെ ഉറപ്പിച്ച പേരായിരുന്നു കഴിഞ്ഞ ദിവസം ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇബ്രാഹിം റൈസിയുടേത്. തീവ്ര നിലപാടുകളുടെ പേരിൽ എല്ലായിടത്തു നിന്നും വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തിയായിരുന്നു അദ്ദേഹം. 2021 ഇറാന്റെ പ്രസിഡന്റായി അദ്ദേഹം ചുമതലയേൽക്കുന്നത്. 1960 ഡിസംബർ 14 ഇബ്രാഹിം റൈസി ജനിച്ചത്. 15-ാം വയസ്സിൽ പ്രശസ്തമായ ക്യൂ മതപാഠശാലയിൽ പഠനത്തിനു ചേർന്നു. മൊദഹാരി സർവകലാശാലയിൽ നിന്ന് നിയമത്തിൽ ഡോക്ടറേറ്റ് നേടിയ അദ്ദേഹം വിവിധ നഗരങ്ങളിൽ പ്രോസിക്യൂട്ടറായി ജോലി ചെയ്തു. 1985 ടെഹ്റാനിൽ ഡെപ്യൂട്ടി പ്രോസിക്യൂട്ടറായി നിയമിതനായി. 1988 രാഷ്ട്രീയ തടവുകാരുടെ വധശിക്ഷയിൽ തീരുമാനമെടുക്കുന്ന കമ്മിറ്റിയുടെ ഭാഗമായി. കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുക്കുന്ന 4 പേരിൽ ഒരാളായിരുന്നു റൈസി. ഇതോടെ പ്രതിപക്ഷത്തിന്റെ നിശിത വിമർശനത്തിന് വിധേയനാകേണ്ടി വന്നു അദ്ദേഹത്തിന്. ഇക്കാരണത്താലാണ് US റൈസിക്ക് ഉപരോധം പോലും ഏർപ്പെടുത്തിയത്. കമ്മിറ്റി തീരുമാനപ്രകാരം 5000-ലധികം പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് 1990 ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. 1989 ഇറാന്റെ ആദ്യത്തെ പരമോന്നത നേതാവായിട്ടുള്ള റുഹല്ല ഖൊമേനിയുടെ മരണശേഷം ടെഹ്റാനിലെ പ്രോസിക്യൂട്ടറായി റൈസി നിയമിതനായി. ഇവിടെ നിന്നാണ് ഇറാന്റെ പ്രസിഡന്റ് പദവിയിലേക്ക് അദ്ദേഹം പടിപടിയായി വളർന്നത്. വളരെയധികം പ്രാധാന്യമേറിയ മതകാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന അസ്താൻ ഖുദ്സ് റാസ്ഫിയുടെ ചെയർമാനായി 2016 മാർച്ചിൽ റൈസി ചുമതലയേറ്റു. തൊട്ടടുത്ത വർഷം പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചെങ്കിലും തോൽവിയായിരുന്നു ഫലം. ഹസൻ റുഹാനിയാണ് വിജയിച്ചത്. ഹസൻ റുഹാനി അധികാരത്തിലിരുന്നപ്പോൾ നടപ്പാക്കിയ ആണവ ഇടപാടിന്റെ റൈസി എതിർത്തിരുന്നു. 2021 പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലും റൈസി കളത്തിലിറങ്ങി. ഇത്തവണ 62% വോട്ടു നേടി പദവി ലഭിച്ചു. അയത്തുള്ള റുഹല്ല ഖൊമേനിയുമായും അയത്തുള്ള അലി ഖൊമേനിയുമായുള്ള അടുത്ത ബന്ധം റൈസിക്ക് ഏറെ പ്രയോജനം ചെയ്തു. ഇത് സർക്കാരിലെ വിവിധ വിഭാഗങ്ങളുമായും മികച്ച ബന്ധമുണ്ടാക്കാൻ അദ്ദേഹത്തെ സഹായിച്ചു. പദവിയിലിരിക്കെ നിരവധി വിമർശനങ്ങൾക്ക് അദ്ദേഹം വിധേയനായി. ഉപരോധത്തെ തുടർന്ന് രാജ്യം ദാരിദ്ര്യത്തിൽ മുങ്ങിയപ്പോഴും പ്രതിരോധ ബഡ്ജറ്റിനായി വൻ തുക നീക്കിവെച്ചതും മതകാര്യ പോലീസിന്റെ മർദ്ദനത്തിൽ 22കാരി മക്സ അമീനി കൊല്ലപ്പെട്ടതും അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചു. എക്കാലത്തും അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ശത്രുപക്ഷത്തായിരുന്നു റൈസി. രാജ്യാന്തര വിഷയങ്ങളിൽ റൈസി നടത്തിയ വിവാദ പ്രസ്താവനകൾ US ഇസ്രയേൽ രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചു. പാലസ്തീൻ വിഷയത്തിൽ ഇസ്രയേലുമായി റൈസി നിരന്തരം തർക്കിച്ചിരുന്നു. ഏപ്രിലിൽ ഇസ്രായേലിൽ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയത് റൈസിയുടെ അനുവാദത്തോടെ ആയിരുന്നു. ഹമാസിന് പിന്തുണ നൽകുന്ന ലെബനാനിലെ ഹിസ്ബുള്ളയുമായി ഇറാൻ മികച്ച ബന്ധം കാത്തുസൂക്ഷിച്ചു. ഇതും റൈസിയുടെ നിലപാടിന്റെ ഭംഗം തന്നെയാണ്.